ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വേവ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. സാധാരണ എ ലൈൻ കട്ടിങ് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ വെറും 1.25 മീറ്റർ തുണി കൊണ്ടാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതും 10 വയസ്സായ കുട്ടിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ തുണിയിലാണെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് നല്ലൊരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോസൊക്കെ ഞാനൊരു ഫംഗ്ഷൻ്റെ ഇടയിൽ നിന്ന്, ഗ്രൂപ്പ് ഫോട്ടോസിൻ്റെ ഇടയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. സിംഗിൾ ഫോട്ടോ സത്യം പറഞ്ഞാൽ ഒന്നും എടുത്തില്ല, പക്ഷേ കുറേ പേര് ഇത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി കട്ടിങ്ങിലേക്ക് അടക്കാം. ഇതിൻ്റെ മെയിൻ ക്ലോത്ത് ഒരു ഓർഗാൻസ ഫാബ്രിക്കാണ്. അതിൽ സിൽവർ കളർ ബുട്ട വർക്ക് വരുന്ന, വീവിങ് വരുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഓർഗാൻസ ആയതുകൊണ്ട് ഞാൻ തൊട്ട് താഴെ വയ്ക്കുന്ന ലൈനിങ് ക്രേപ്പ് ലൈനിങ് ആണ്. ക്രേപ്പ് ലൈനിങ് ഞാൻ 1.5 മീറ്ററാണ് ആകെ വാങ്ങിയിട്ടുള്ളൂ. എന്നിട്ട് അതിനെ നീളത്തിൽ ഫോൾഡ് ചെയ്യാതെ വിഡ്ത്ത് വൈസാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 4 ആക്കി മടക്കി വെച്ചിരിക്കുകയാണ്. ഈ 4 ആക്കി മടക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് 42 ഇഞ്ചോളം അതിൻ്റെ ലെങ്ത്തായിട്ട് കിട്ടും. അപ്പം ഞാൻ മുകളിൽ ആ കരഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിനിങ്ങിനായിട്ട് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴേക്കാണ് ഞാനിപ്പോൾ ഒരു 34.5 ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഫ്രോക്കിൻ്റെ ലെങ്ത്തായിട്ട്. അപ്പോൾ ഇത് ലൈനിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഫ്രോക്കിന്, മെയിൻ ഫ്രോക്കിന് ലെങ്ത്ത് വേണ്ടത്, അതിനേക്കാട്ടിലും ഒരു 1-1.5 ഇഞ്ച് കുറച്ച് നിങ്ങളിതിൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ബാക്ക് നെക്ക് ഞാൻ അധികം ഇറക്കാത്തത് കൊണ്ട് തന്നെ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ കിട്ടുന്ന ഷോൾഡർ 12 ആണ്. അപ്പോൾ അതിന് നേരെ പകുതിയായിട്ടുള്ള 6 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ഇറക്കം കൂട്ടും തോറും ഷോൾഡറിൽ നമ്മൾ 1/4 ഇഞ്ച് കുറച്ച് കൊണ്ടുവരണം. അതൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ 6 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ആം ഹോളിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാർക്കിംഗ് നമ്മളിവിടെ ഈ ഒരു ഫ്രോക്കിൽ ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കുട്ടിയുടെ ബോഡിയിൽ നിന്ന് നോക്കുമ്പോൾ ഷോൾഡർ സ്ലോപ്പ് ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് വരെ കൊടുക്കാം. 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നിങ്ങൾക്ക് കൊടുക്കാം. അതല്ലാതെ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 5.25 ഇഞ്ച് ഇറക്കമാണ് കൊടുത്തിട്ടുള്ളത് ആം ഹോളിന്. അത് ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. ഇനി ഈ ലൈനിൽ നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എത്രയാണോ ചെസ്റ്റ് റൗണ്ട് അതിൻ്റെ 4 ഭാഗം കാണുക, ഡിവൈഡ് ബൈ 4 ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ലൂസിന് വേണ്ടി കൊടുക്കണം. 1/2 തൊട്ട് 1 ഇഞ്ച് വരെ നിങ്ങൾക്ക് ലൂസിന് വേണ്ടി കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ 7.5 ഇഞ്ചാണ് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുക. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആം ഹോൾ ലൈൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് ഞാൻ ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ആം ഹോൾ വരച്ച ശേഷം ഇതുപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. അപ്പോൾ മെഷർ ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു പോർഷൻ വിട്ടിട്ട് വേണം നമ്മൾ മെഷർ ചെയ്ത് നോക്കാൻ. ഇങ്ങനെ മെഷർ ചെയ്ത് നോക്കുമ്പോൾ ആ ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് നമുക്ക് കിട്ടേണ്ട മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നിന്നും ആം ഹോൾ റൗണ്ട് ഇവിടെ 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് ലൂസിന് വേണ്ടി കൊടുക്കണം. അങ്ങനെ 14 ഇഞ്ച്. ആ 14 ഇഞ്ചിൻ്റെ പകുതിയായിട്ടുള്ള 7 ഇഞ്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആം ഹോളിൻ്റെ ഡെപ്ത്ത് കറക്റ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കൂട്ടിയും കുറച്ചൊക്കെ മാറ്റി വരയ്ക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തു. അടുത്തത് നമ്മുടെ വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആ മുകളിലുള്ള 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് താഴേക്ക് ഒരു 10.5 ഇഞ്ചിലാണ് ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്, വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അവിടെയും നമ്മൾ ഇതേപോലെ തന്നെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുക, വേസ്റ്റ് റൗണ്ട് അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവിടെയും നമ്മളൊരു 1/2 ഇഞ്ച് ലൂസിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യണം. ആ ലൂസിന് വേണ്ടി ആഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 6.25 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഈസിയാണ്, നമ്മൾ എ ലൈൻ മോഡലിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഈ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്യുന്നു. പിന്നെ താഴത്തേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു എന്ന് മാത്രം. അപ്പോൾ താഴെ എത്തുമ്പോൾ നമ്മളിതുപോലെ തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ചോളം മേലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നെക്ക് വിഡ്ത്താണ്. നെക്ക് വിഡ്ത്ത് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്ക് ഡെപ്ത്ത് ഫ്രണ്ടിലോട്ട് ഞാനിവിടെ ഒരു 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നുള്ളൂ. കുറച്ച് ക്ലോസ്ഡ് നെക്ക് പോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു എ ലൈൻ മോഡലിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിലും നമുക്ക് കുറച്ചും കൂടി വിരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ സൈഡിലുള്ള കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള പീസസിനെ ഇതിലേക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കോട്ടൺ ലൈനിങ്ങും കൂടി വെച്ചിട്ട് കട്ട് ചെയ്ത ശേഷം സെയിം ഇതേപോലെ തന്നെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈഡിൽ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വിരിഞ്ഞ് നിൽക്കും ഫ്രോക്ക്.
ഇനി ഇതാ മെയിൻ ക്ലോത്തിനെ ഞാനിവിടെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മെയിൻ ക്ലോത്തിൽ നമ്മളുടെ ഫ്രോക്കിനെക്കാട്ടിലും 1 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കണം. അപ്പോൾ മെയിൻ ക്ലോത്തിൽ ഞാൻ 37 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ക്ലോത്തിൽ നമുക്ക് എത്രയാണോ വിരിവ് കിട്ടുന്നത് അത്രയും നമ്മൾ ആ സൈഡിലേക്ക് എക്സ്ട്രാ എടുക്കുക, അത്രയേ ഉള്ളൂ. അതായത് ഇതേപോലെ നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അത് ബിഗിനേഴ്സിന് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. അതായത് നമ്മളുടെ ചെസ്റ്റ് പോർഷൻ്റെ അവിടെ നിന്ന് നമ്മൾ പ്ലീറ്റ് ആയിട്ടാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. അപ്പം ഞാനിതാ ഇവിടെ ഒരു 8 ഇഞ്ചോളം ഇറക്കിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 8 ഇഞ്ച് വരെ നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞാണ്, അല്ലെങ്കിൽ അവർക്ക് ഈ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതിലൊക്കെ ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ക്രേപ്പ് ലൈനിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ മെയിൻ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മുകളിലാണ്, അത് നോക്കണം. അതിന് ശേഷം നമ്മൾ കോട്ടൺ ലൈനിങ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് പറ്റിയൊരു ഫോൾട്ട്, ഞാൻ നേരത്തെ കോട്ടൺ ലൈനിങ് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കോട്ടൺ ലൈനിങ്ങും കൂടി നമ്മളിതിൽ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രേപ്പ് ലൈനിങ്ങിൽ വെട്ടിയ നെക്ക് ഉണ്ടല്ലോ, അത് കോട്ടൺ ലൈനിങ്ങിൽ വെട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, എന്നാലാണ് നമുക്കിത് കോട്ടൺ ലൈനിങ് ആണ് ഏറ്റവും മുകളിൽ വരിക. അപ്പോൾ അതിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇത് ക്രേപ്പ് ലൈനിങ്ങിൽ കട്ട് ചെയ്ത് പോയത് കൊണ്ട് ഞാനിപ്പോൾ ഇനി കോട്ടൺ ലൈനിങ്ങിൽ ആദ്യം വെട്ടുന്നില്ല. അതിന് പകരം ഇതുപോലെ വെച്ചിട്ട് പിൻ ചെയ്തിട്ട് ഞാൻ തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോട്ടൺ ലൈനിങ് ആദ്യമേ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കോട്ടൺ ലൈനിങ്ങിൽ നിങ്ങൾ എല്ലാ മെഷർമെൻറ്റ്സും മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ വെച്ച് ഞാൻ എല്ലായിടത്തും ഒന്ന് പിൻ കുത്തിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്യുന്നു, നോച്ചസ് ഇട്ട് കൊടുക്കണു, തിരിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ സ്ലീവ്ലെസ് ആയതുകൊണ്ട് ആം ഹോളിൻ്റെ അവിടെയും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് ഫ്രണ്ട് നെക്കും ആം ഹോളുമാണ് ഇത് അടിച്ചെടുത്തിട്ട് നമ്മളിതാ തിരിച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നെക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കുകയും വേണം. എന്നിട്ട് വേണം നമ്മളുടെ ഈ ഒരു പീസ് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഇത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ്, അല്ലാത്തവർക്ക് ഇത് നേരത്തെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടം തൊട്ടിട്ടാണ് പ്ലീറ്റുകൾ കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അതിനുവേണ്ടി മാത്രമാണ്. പിന്നെ നമ്മൾ സാധാരണ ഫ്രോക്കും ഇതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മളുടെ അരവണ്ണത്തിൻ്റെ അവിടെ നിന്നാണ് പ്ലീറ്റഡ് ഫ്രോക്കൊക്കെ സാധാരണ ചെയ്യുക. ഇത് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് തന്നെ പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. ശരിക്കും ഈ 8 ഇഞ്ച് തന്നെ ഇറക്കണം എന്നില്ല കേട്ടോ, കുറച്ചും കൂടി കയറ്റിയെടുക്കാം. ഞാൻ ഇനി അത് ബോറായാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ 8 ഇഞ്ച് അതുപോലെ ഹോളൊക്കെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് മേലടി അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ 8 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഇതിനെ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഒരുമിച്ച് പ്ലീറ്റ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് രണ്ടിൻ്റെയും, അതായത് നമ്മളുടെ ചെസ്റ്റ് പോർഷൻ്റെ അവിടുത്തെ തുണിയുടെയും അതേപോലെ തന്നെ ഈ ഒരു താഴേക്ക് ജോയിൻ ചെയ്യാൻ കൊടുക്കുന്ന തുണിയുടെയും സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് രണ്ടും കൂടി ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 സൈഡിലേക്കും ഈക്വലി പ്ലീറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് സെൻറ്ററിൽ നിന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പ്ലീറ്റ്സ് ഇട്ട് പോയാലും മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ സീം അലവൻസ് ആയിട്ടുള്ള 1.5 ഇഞ്ച് ഉണ്ടല്ലോ 2 സൈഡിലും, അവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇടണ്ട. അതൊന്ന് ആലോചിച്ചിട്ട് നമ്മൾ ബാക്കി സ്ഥലത്തൊക്കെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് സാധാരണ 44 ഇഞ്ച് വിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. 56 ഇഞ്ച് വിട്ടൊക്കെ ഉള്ള ഫാബ്രിക് ആണെങ്കിൽ ഒരുപാട് പ്ലീറ്റ്സ് കിട്ടും കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 44 ഇഞ്ചസ് വിട്ടുള്ള ഫാബ്രിക് മതി. പക്ഷേ വലിയ ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി നിറയെ പ്ലീറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ വിട്ട് കൂടിയ ഫാബ്രിക്കുകൾ യൂസ് ചെയ്യുമായിരിക്കും നല്ലത്. അതുപോലെ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുപോലത്തെ നമുക്കൊരു 6 എണ്ണം ആണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഞാൻ 4 എണ്ണം വെച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാക്കിനൊക്കെ ഇറക്കുമ്പോൾ എത്ര ഇറക്കണോ അതിനനുസരിച്ചിട്ട് 2 സൈഡിൽ ലൂപ്പ് വയ്ക്കാനുള്ള അത്ര ഇതുപോലത്തെ പീസസ് ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രം. എന്നിട്ട് അതൊന്ന് നമ്മൾ ഇപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണേ. ഇനി നമ്മൾ ബാക്ക് നെക്കും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യമേ ക്രേപ്പ് ലൈനിങ് വെക്കണു, അതിൻ്റെ മുകളിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് വെക്കണു, അതിൻ്റെ മുകളിലാണ് നമ്മളുടെ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതുവരെ എല്ലാം കറക്റ്റായിരുന്നു. ഇപ്പം ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള മോഡലിലാണ്. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കോട്ടൺ ലൈനിങ്ങും വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തെറ്റാണെന്ന് മനസ്സിലായത്.
അപ്പോൾ അതാ ഇതുപോലെയാണ് കറക്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ബോഡി പാർട്ടിലോട്ടാണ് നമ്മളുടെ ഹെഡ് പോർഷൻ വരേണ്ടത് ആ ലൂപ്പിൻ്റെ. എന്നിട്ട് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ എക്സ്ട്രാസ് കട്ട് ചെയ്യുക, നോച്ചസ് ഇട്ട് കൊടുക്കുക, തിരിച്ചെടുക്കുക. ഇതേപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് നെക്ക് ഞാൻ പതിച്ചടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 6 എണ്ണം വെച്ചിട്ടില്ല, 4 എണ്ണമായി ലൂപ്പ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നെക്ക് ഇറക്കുന്നതിനനുസരിച്ചിട്ട് ലൂപ്പിൻ്റെ എണ്ണം നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ആസ് യൂഷ്വൽ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ നല്ല വശവും ചേർത്തിട്ട് നമ്മൾ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബാക്കിൽ കെട്ടാനുള്ള 2 ടൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ലൂപ്പിലൂടെ ഇടാനുള്ള ഒരു ഡോരിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി നമ്മളിതാ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി ആ ഡോരി നമ്മൾ ആ ലൂപ്പ് കൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബാക്കിൽ കെട്ടാനുള്ള ആ ടൈ കൂടി ഒന്ന് വെച്ച് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇതിൽ 3 തുണികളാണല്ലോ ഫ്രണ്ടിലും ബാക്കിലും ഉള്ളത്. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. ആ വേസ്റ്റ് റൗണ്ടിൻ്റെ അതുവരെ എല്ലാം ഒരേപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അവിടെ നിന്ന് താഴോട്ട് നമ്മളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ താഴെ മടക്കി അടിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള എന്നാൽ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. കാരണം ഞാൻ ആ പ്ലീറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ലേസ് കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ഡോറിയുടെ എൻഡിങ്ങിലും നമ്മളൊരു പീസ് ക്ലോത്ത് എടുത്തിട്ട് എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഒരു ടാസിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ പ്ലീറ്റ്സ് നമ്മൾ കറക്റ്റായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ ആ പ്ലീറ്റ്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് യോക്ക് പോർഷനിൽ നിങ്ങൾക്ക് ഹാങ്ങിങ്സ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്യാം ചെറുതായിട്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ലേസസ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മളെ താഴെ ഭാഗത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് മടക്കി അടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റോൾഡ് ഹെം ഫൂട്ട് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മടക്കി അടിക്കാവുന്നതാണ്. ഞാൻ ദാ ഇതേപോലത്തെ സെയിം ഒരു കളർ ടോണിൽ ഒരു ലേസ് കിട്ടിയപ്പോൾ അത് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അതേപോലെ കുറച്ച് തുണിയാണെങ്കിലും നമുക്ക് നല്ലൊരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. താല്പര്യമുള്ളവരൊന്ന് ചാനലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്